സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ? നെയ്യപ്പം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിന്ന് നെയ്യപ്പം ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. മൂന്ന് കപ്പ് അരിയാണ് ഞാൻ കുതിർത്തി വെച്ചത്. അത് ഒരു 4 മണിക്കൂർ നേരം കുതിർത്തി വെച്ച ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരി കഴുകി വെള്ളം വാർന്നു പോകാൻ മാറ്റി വെക്കുക. അതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി അരിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുത്തത്. ഇനി ഇത് ശർക്കരയും 4 പപ്പടം പൊട്ടിച്ചിട്ടതും കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പപ്പടം വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം അരയ്ക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അരയേണ്ട ആവശ്യമില്ല. ചെറിയ തരികൾ ഉണ്ടായാൽ നല്ലതാണ്. ഈ അരച്ചെടുത്ത കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള അരിയും കൂടി അരച്ചൊഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി വെച്ച ശേഷം ഇത് ഒരു 8 മണിക്കൂർ നേരം മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് തുറന്നു നോക്കാം. മാവ് ഈ രീതിയിലാണ് പൊങ്ങിയത്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കും. കുറച്ച് കറുത്ത എള്ളു കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം ആകുമ്പോൾ നെയ്യിൻ്റെ സ്വാദ് ഉണ്ടായാലാണ് നെയ്യപ്പം ആവുക. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയിലും കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് മാവ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷമേ മാവ് ഒഴിച്ച് കൊടുക്കാവൂ. കുറച്ച് കഴിയുമ്പോൾ ഒഴിച്ച മാവ് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. അപ്പത്തിൻ്റെ മാവ് ശരിയായ രീതിയിലാണെങ്കിൽ അത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. നെയ്യപ്പത്തിൻ്റെ സ്വാദ് ഗംഭീരം തന്നെയാണ്. ഇത് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. വേണമെങ്കിൽ കുറച്ചുകൂടി പശുവിൻ നെയ്യ് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഒന്ന് ഓർക്കേണ്ടത്, എണ്ണ ചൂടായാൽ മാത്രമേ ഇതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാവൂ. അധികം എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ പപ്പടമിട്ട് അരച്ച് വെച്ച കൂട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ ഉണ്ടാക്കിയ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് എണ്ണ ഒഴിച്ചത്.
ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല നെയ്യപ്പമാണ് കിട്ടിയത്. എല്ലാവരും വിചാരിക്കും ചീനച്ചട്ടി നിറയെ എണ്ണ വേണമെന്ന്. അത് ഉണ്ടാക്കുന്ന കൂട്ടിനാണ് പ്രാധാന്യം. ഒന്ന് നിങ്ങളും മറക്കാതെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.